നിന്നെ ഞാനേ വെറും ഒരു പുഴുവായിട്ടേ കരുതിയിട്ടുള്ളൂ. എന്റെ മുന്നിലേക്ക് ഇഴഞ്ഞു വന്നാ ഞെരിച്ച് കളയും ഞാൻ നിന്നെ, പറഞ്ഞേക്കാം. എന്താ ഇവിടെ? വെരി ഗുഡ്. അതാ നിനക്ക് നല്ലത്. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയതിനെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സമയേ അങ്ങനെ കളയാനില്ല. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് നിന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് എങ്ങോട്ടെങ്കിലും പോവാൻ നോക്ക്. നിങ്ങൾക്കൊരു മനസാക്ഷി ഇല്ലേ സ്ത്രീയെ? എനിക്ക് മനസാക്ഷിയില്ലെന്നേ. ശേഖരൻ നിന്നെ കല്യാണം കഴിച്ച ആദ്യ ദിവസം തന്നെ മനസ്സിലായില്ലേടി? ഈ ദിവ്യ പ്രസവിച്ച കുഞ്ഞ് നിങ്ങളുടെ മകന്റേതാ. നിങ്ങളുടെ മകന്റെ രക്തം അത്. നിങ്ങൾ ആ കുഞ്ഞിന്റെ അച്ചമ്മയാ. ഛേ, അയ്യേ, ഞാൻ കണ്ട അലവലാതി കുഞ്ഞിന്റെ അച്ചമ്മയും കൊച്ചമ്മയൊന്നും അല്ല. ദേ, എന്റെ മകൻ ദീപക്കേ കല്യാണവും കഴിച്ചിട്ടില്ല, അവന് കുട്ടികളുമില്ല. ദിവ്യ പ്രസവിച്ച കുഞ്ഞ് ദീപകിന്റേതാണെന്ന് അവന് നിങ്ങൾക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. എടി, ഇതൊക്കെ കഴിഞ്ഞ കഥയാ. ഇതൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യാനേ നീ ഇവളോടൊപ്പം ചേരണ്ട. വീട്ടിൽ വരുന്ന വേലക്കാരികളാ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ. അവിടെ നിൽക്കുന്ന മുതലാളികളുടെ ചോരയും നീരുമുള്ള മക്കളെ. അല്ലാതെ അവരെയൊക്കെ ഭാവി ഭർത്താക്കന്മാരായി സ്വപ്നവും കണ്ട് അവര് പറയുന്നതൊക്കെ അനുസരിച്ചാ ഇതുപോലുള്ള പറ്റൊക്കെ പറ്റും. ഇതൊക്കെ പണ്ടുകാലം മുതലേ നടന്നു പോന്നിരുന്ന ഓരോ ചടങ്ങുകളാ. മുതലാള ആചാരങ്ങളെന്നും പറയാം. അതൊന്നും നീ മനസ്സിലാക്കാതെ പോയേനെ ഞാനെന്തു പിഴച്ചു? അതുകൊണ്ട് ഇപ്പൊ കിട്ടിയ സംഭാവന സന്തോഷത്തോടെ സ്വീകരിച്ച് നീ നിന്റെ വഴിക്ക് പോവാൻ നോക്ക്. മര്യാദകേട് പറയുന്നോ? ഇവളങ്ങനെ പോവാൻ തയ്യാറല്ലെങ്കിലോ? പോകാൻ തയ്യാറായില്ലെങ്കിൽ ഇവളുടെയും ഇവളുടെ കൊച്ചിന്റെയും അന്ത്യം വല്ല പൊട്ടക്കിണറ്റിലും ആയിരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. നിങ്ങളും മകനും ആരെയും തല്ലിക്കൊന്ന് പൊട്ടക്കിണറ്റ് താഴ്ത്തോന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്നാ ഈ വക ക്രൂരതയൊന്നും കണ്ടോണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഇവിടെ ആണുങ്ങളുണ്ട്, ഞാൻ അവരോട് പറയും ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ. ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എടീ, നിന്നെ ഞാനേ വെറും ഒരു പുഴുവായിട്ടേ കരുതിയിട്ടുള്ളൂ. എന്റെ മുന്നിലേക്ക് ഇഴഞ്ഞു വന്നാ ഞെരിച്ച് കളയും ഞാൻ നിന്നെ, പറഞ്ഞേക്കാം. എന്താ ഇവിടെ? ദിവ്യയുടെ പ്രശ്നം ഇപ്പൊ ഇവള് പ്രതാപനോട് പറയും. അത് പറയാൻ അവസരം കൊടുക്കരുത്. എന്താ ചേച്ചി? ഒന്നുമില്ല പ്രതാപ, ഞങ്ങളെ രാജുവിനെയും ഋതുമോളെയും കാണാത്തതിന്റെ കാര്യം പറയുമായിരുന്നു. അല്ല, അവരെന്താ വരാത്തെ? അവര് രാജുവിന്റെ വീട്ടിൽ പോയിരിക്കല്ലേ ചേച്ചി. അവര് വരുമ്പോ വരട്ടെ. ദിവ്യ എന്താ വിഷമിച്ചിരിക്കുന്നേ? ദീപക്കോട്ട് വഴക്കായോ? ഇല്ല സർ. കുഞ്ഞോടെ ഉറക്കവാ. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ ചേച്ചി. അല്ല, നീ എവിടെ പോവാ? നമ്മുടെ ചാരിറ്റബിൾ ഹോമിന്റെ കൺസ്ട്രക്ഷൻ നടക്കല്ലേ, ഞാൻ അങ്ങോട്ടേക്ക് പോവാ. സിസ്റ്റർ പവിത്ര അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. സിസ്റ്റർ വരും. പോട്ടെ ചേച്ചി. രാജു ഇങ്ങനെ വിഷമിക്കാതെ, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഋതു, നമുക്ക് സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്കും സന്തോഷം ഉണ്ടാവണം.
വീട് സ്വസ്ഥമായിരിക്കണം. ശ്രീലക്ഷ്മി വീടിനകത്ത് ഇങ്ങനെ മനസ്സൊരുക്കിയിരിക്കുമ്പോ നമ്മൾ എങ്ങനെ ചിരിക്കാ ഋതു? രാജു പറയുന്നത് ശരിയാ. ശ്രീയുടെ കാര്യത്തില് എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ ഉണ്ടാക്കണം. എന്താ ചെയ്യേണ്ടെന്നാ ഞാൻ ആലോചിക്കുന്ന. രാജു, ഇതിന് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. രുക്മിണി ആന്റി ഇല്ലാതെ ഹരീഷിനോട് സംസാരിക്കണം. അങ്ങനെ സംസാരിച്ച അവൻ കേക്കൂ ഋതു. രാജു, പേഴ്സണലായിട്ട് നോക്കുമ്പോ ഈ ഹരീഷ് വളരെ നല്ലവനാ. അവൻ അവന്റെ അമ്മയോട് ചേരുമ്പോഴാ പോയ്സണായി മാറുന്നത്. ഋതു പറയുന്നത് ഒരു പരിധിവരെ ശരിയാ. അന്ന് ഞാൻ അവന്റെ പെങ്ങള് രമ്യയെ കല്യാണം കഴിക്കാതെ ഒഴിഞ്ഞു മാറിയിട്ടും അവൻ ശ്രീയെ താലികെട്ടിയില്ലേ? ഉപേക്ഷിച്ചില്ലല്ലോ. അതെ, കറക്റ്റാ. അത് മാത്രമല്ല ഋതു, അവന്റെ അമ്മയും അമ്മാവനും ഒക്കെ വന്ന് ഇവിടെ ഇടിയും കോലാഹലവും ഒക്കെ നടത്തിയപ്പോ അവൻ നെഞ്ചു മിരിച്ചു നിന്നു. അവന്റെ സർട്ടിഫിക്കറ്റ് വരെ അവര് നശിപ്പിച്ചു കളഞ്ഞു. ഈ വളകാപ്പിന് അവരെ വിളിക്കും വരെ ആരുടെ ഒരു സപ്പോർട്ടും കൂടാതെ അവർ രണ്ടുപേരും മാറി താമസിച്ചില്ലേ? പക്ഷേ അവന് ഒറ്റയ്ക്ക് കിട്ടാൻ എന്തോ ഒരു വഴി. രാജു, ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? അത് വർക്കൗട്ട് ആവോന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് പറയാം. എന്തായാലും വല്യമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വേറൊരു വിഷയത്തിന്റെ ഹെൽപ്പ് വേണം. രാജു, ഞാനിപ്പോ വരാം. ഇവൻ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് പറയാനും വയ്യ. ഇവനെ ഇങ്ങോട്ടാക്കണം. ചെവിയിൽ ഓതി ഓതി ഇവന്റെ മനസ്സ് മുഴുവനായിട്ട് അങ്ങ് മാറ്റണം. ഇപ്പൊ പകുതി മനസ്സ് അവളോടൊപ്പോ പകുതി മനസ്സ് എന്നോടൊപ്പോ. മോനെ, നീ എവിടെ പോയതാടാ? ഞാൻ ആ വഴി വരെ പോയതാ. നീ എന്തിനാടാ മോനെ ഈ വാടിയ മുഖമായിട്ട് ഇങ്ങനെ തേരാ പാരാ നടക്കുന്നേ? എടാ മോനെ, ആരെങ്കിലും കണ്ടാ ജീവിതം മൊത്തം തകർന്ന ഏതോ ഒരുത്തനാണെന്ന് വിചാരിക്കും. നിന്റെ ജീവിതം ഒന്നും തകർന്നിട്ടില്ല മോനെ. തകർന്ന ജീവിതമൊക്കെ നമുക്ക് ശരിയാക്കുന്നതേ ഉള്ളൂടാ. ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയണം. അതിനിവിടെ തന്നെ നിൽക്കാം. ഈ രുക്മിണി വിഷമാ. സാവിത്രിയേക്കാൾ വലിയൊരു വിഷം ഈ നാട്ടിലുണ്ടാവാൻ പാടില്ല. നീ ഇങ്ങനെ വാടി തളർന്ന് നിരാശ കാമുകനെ പോലെ നാട്ടും പുറത്ത് കറങ്ങി നടക്കരുത്. എടാ മോനെ, ആൾക്കാരൊക്കെ അതും ഇതും ഒക്കെ പറയും. നമുക്ക് ഈ നാട്ടിലൊരു സൽപ്പേരൊക്കെ ഉണ്ട്. അതെന്റെ പൊന്നുമോൻ കളഞ്ഞു കുളിക്കരുതേ. പിന്നെ സൽപ്പേര് എന്ന് വെച്ചാ പലിശക്കാരി രുക്മിണി ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ കൊച്ചുമോളല്ലേ?